بسم الله الرحمن الرحيم والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത ആയത്തുകളെല്ലാം മക്കയിലാണ് അവതരിപ്പിക്കപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയി മദീനയിലെത്തിയതിനു ശേഷം ആദ്യം അവതരിപ്പിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായം, വളരെ വലിയൊരു അധ്യായം സൂറത്തുൽ ബഖറയാണ്. സൂറത്തുൽ ബഖറക്ക് പരിശുദ്ധ ഖുർആനിൽ വലിയ സ്ഥാനമുണ്ട് എന്ന് നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് എപ്പോഴും പാരായണം ചെയ്തുകൊണ്ടിരിക്കാൻ പല രീതിയിൽ പഠിപ്പിച്ചിട്ടുള്ളൊരു അധ്യായമാണ് സൂറത്തുൽ ബഖറ. നമ്മുടെ വീടുകളിൽ ഖുർആൻ പാരായണം സംഭവിക്കണം എന്ന് പറയുമ്പോൾ അതിൽ ബഖറക്ക് പ്രത്യേകമായ സ്ഥാനമുണ്ടാകണം. നമ്മുടെ വീടുകളിൽ അത് നിരന്തരമായി പാരായണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം തൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്ന വളരെ മനോഹരമായ ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുക. കാരണം നിങ്ങൾ പരലോകത്ത് എത്തുന്ന സമയത്ത്, നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന സമയത്ത് പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള ശുപാർശകനായി തീരും. നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്യും. അള്ളാഹുവെ, എന്നെ നിരന്തരമായി പാരായണം ചെയ്തുകൊണ്ടിരുന്നൊരു മനുഷ്യനാണിത്, ആ പരിഗണന അയാൾക്ക് നൽകണം എന്ന ശുപാർശയുമായി പരിശുദ്ധ ഖുർആൻ നാളെ പരലോകത്തെത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വളരെ പ്രസിദ്ധമാണ്. ഈ ഹദീസിൽ അതിൻ്റെ തുടർച്ചയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് അതിലെ പ്രശോഭിതമായ 2 അധ്യായങ്ങൾ, അതിലെ ഏറ്റവും ഷൈനിങ് ആയ 2 അധ്യായങ്ങൾ അൽ ബഖറയും ആലു ഇമ്രാനും, ഈ 2 സൂറത്തുകൾ പാരായണം ചെയ്യുന്നതിൽ നിങ്ങൾ പ്രത്യേകമായ ശ്രദ്ധ ചെലുത്തുക. നാളെ പരലോകത്ത് നിങ്ങൾ എത്തുന്ന സമയത്ത് ഖുർആൻ നിങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്നതുപോലെ തന്നെ ഈ 2 അധ്യായങ്ങൾ നിങ്ങൾക്ക് പ്രത്യേകമായ അനുഗ്രഹങ്ങളായി തീരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നിങ്ങൾക്ക് 2 തണലുകളായി, അല്ലെങ്കിൽ നിങ്ങളുടെ മുകളിൽ മേഘങ്ങളായി, ആ മഹ്ശറിൽ അവിടെ ഉണ്ടാകുന്ന പരീക്ഷണം നമുക്കറിയാം. അവിടെ ആ കഠിനമായ ചൂടിനെ, വെയിലിനെ അതിജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് മുകളിൽ തണലിട്ടുകൊണ്ട് മേഘങ്ങളായിക്കൊണ്ട് ഈ 2 അധ്യായങ്ങൾ ഉണ്ടാകും. അല്ലെങ്കിൽ പക്ഷിക്കൂട്ടങ്ങളെപ്പോലെ നിങ്ങൾ പാരായണം ചെയ്ത അൽ ബഖറയും ആലു ഇമ്രാനും നിങ്ങളെ പിന്തുടരും. അത് അള്ളാഹുവിനോട് ശക്തമായി നിങ്ങൾക്ക് വേണ്ടി ശുപാർശ നടത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറയുന്നുണ്ട്, അൽ ബഖറയുടെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് പാരായണം ചെയ്യാൻ എപ്പോഴും നിങ്ങൾക്ക് ജാഗ്രതയുണ്ടാവുക. കാരണം ആരെങ്കിലും അത് എടുത്താൽ, ആരെങ്കിലും അതിനെ മുറുകെ പിടിച്ചാൽ, ആരെങ്കിലും സൂറത്തുൽ ബഖറയുടെ പാരായണം ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ അത് ബറക്കയാണ്, അവന് അനുഗ്രഹങ്ങളാണ്, അത് അവന്റെ ജീവിതത്തിലേക്ക് ബറക്കത്തുകൾ കൊണ്ടുവരും. എന്നാൽ ആരെങ്കിലും അതിനെ ഉപേക്ഷിച്ചാൽ, ആരെങ്കിലും അൽ ബഖറ പാരായണം ചെയ്യാതിരുന്നാൽ അത് അവന് നഷ്ടമാണ്, അത് ഖേദത്തിന് ഇടവരുത്തും, അത് അവന് റിഗ്രറ്റിന് കാരണമാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത്രയും പ്രാധാന്യത്തോടുകൂടി സൂറത്തുൽ ബഖറ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായമാണ്, വളരെ വലിയൊരു അധ്യായമാണ്, ഖുർആനിന്റെ നല്ലൊരു ഭാഗമാണ് സൂറത്തുൽ ബഖറ. അപ്പോൾ സ്വാഭാവികമായും ഈ അധ്യായം, അത് ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഖുർആനിന്റെ മറ്റു ഭാഗങ്ങൾ പാരായണം ചെയ്യാനും പഠിക്കുവാനുമെല്ലാം ശ്രദ്ധ കാണിക്കുന്ന കൂട്ടത്തിൽ സവിശേഷമായൊരു ശ്രദ്ധ, ഒരിക്കലും നമ്മളുടെ ഒരു അറ്റൻഷൻ നഷ്ടപ്പെട്ടു പോകാത്ത തരത്തിൽ സൂറത്തുൽ ബഖറയിൽ നമ്മൾക്കൊരു ഫോക്കസ് വേണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത് മദീനയിൽ ഒരു ഇസ്ലാമിക സമൂഹം കെട്ടിപ്പടുത്തുകൊണ്ടിരുന്ന ആദ്യ വർഷങ്ങളിൽ തന്നെയാണ് സൂറത്തുൽ ബഖറയുടെ അവതരണം ഉണ്ടാകുന്നത്. അവിടെ പലപ്പോഴായി സൂറത്തുൽ ബഖറയുടെ ഭാഗങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നു. സൂറത്തുൽ ബഖറയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു തീം യഹൂദന്മാരും യഹൂദ മതവുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ ബനൂ ഇസ്രായേലിനെ കുറിച്ച്, അവരുടെ ചരിത്രത്തെക്കുറിച്ച്, അവരുടെ വിശ്വാസങ്ങളെക്കുറിച്ച്, അവർ സ്വീകരിച്ച വ്യത്യസ്ത നിലപാടുകളെക്കുറിച്ച്, അവരിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാരെക്കുറിച്ച്, ആ പ്രവാചകന്മാരും അവരും തമ്മിൽ നടന്ന സംഭാഷണങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായി
പരിശുദ്ധ ഖുർആൻ സംസാരിക്കുന്ന ഒരു അധ്യായമാണ് സൂറത്തുൽ ബഖറ. ഇതിന് ഒരു പക്ഷേ സൂറത്തുൽ ബഖറ ഈ സമയത്ത് അവതരിപ്പിക്കപ്പെടുവാൻ പെട്ടെന്ന് നിമിത്തമായ ഒരു ഇമ്മീഡിയറ്റ് ആയ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് മദീനയിലെ യഹൂദന്മാരുടെ സാന്നിധ്യമായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിക്കുന്ന സമയത്ത് അവിടെ യഹൂദന്മാരുടെ ഒരു സാമൂഹികമായ സാന്നിധ്യമില്ല. അവിടെ മുശ്രിക്കുകളാണുള്ളത്, പെയ്ഗൻസ് ആണുള്ളത്. അവർക്ക് പ്രവാചകന്മാരെയോ വേദഗ്രന്ഥങ്ങളെയോ ഒന്നും ആ രീതിയിൽ പരിചയമില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ മദീനയുടെ ഔട്ട്സ്കേർട്സിൽ, അവിടെ ആ മദീനയുടെ നഗരമധ്യത്തിൽ ഉണ്ടായിരുന്നത് അറബികൾ തന്നെ ആയിരുന്നെങ്കിലും അവിടെ മദീനയിൽ അവരുടെ തൊട്ടടുത്തായി തന്നെ യഹൂദ ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ആ യഹൂദ ഗോത്രങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാമിക പ്രബോധനവുമായി മുഖാമുഖം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും യഹൂദ മതത്തെക്കുറിച്ചും യഹൂദ സമുദായത്തെക്കുറിച്ചുമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വൈദിക പണ്ഡിതനോ ചരിത്ര പണ്ഡിതനോ ഒന്നുമല്ല, അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നതിൽ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ചരിത്രത്തെക്കുറിച്ചും വേദഗ്രന്ഥങ്ങളെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും വിശ്വാസികൾക്കും മൊത്തത്തിലും യഹൂദ മതത്തെക്കുറിച്ചും അവരുടെ ചരിത്രത്തെക്കുറിച്ചും അവർക്ക് എവിടെയാണ് വഴിതെറ്റിയത് എന്നതിനെ സംബന്ധിച്ചും അവരെ എല്ലാം കൃത്യമായ ധാരണ നൽകുകയും മദീനയിലെ യഹൂദന്മാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുവാൻ ഉപകാരപ്പെടുകയും ചെയ്യുന്ന ഒരുപാട് വചനങ്ങൾ സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാൻ കഴിയും. ഇതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മദീനയിലെ യഹൂദന്മാരും തമ്മിലുണ്ടായ ഈ ആശയവിനിമയങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കിബില മാറ്റവുമായി ബന്ധപ്പെട്ടായിരുന്നു. നമ്മൾ നമസ്കാരത്തിൽ തിരിഞ്ഞു നിൽക്കുന്ന ദിശക്കാണല്ലോ കിബില എന്ന് പറയുന്നത്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം അനുഷ്ഠാന പ്രാർത്ഥനക്കായി തിരിഞ്ഞു നിൽക്കാനുള്ള ദിശ കിബില എന്ന് പറയുന്നത് ചിരപരിചിതമായ ഒരു സങ്കല്പമാണ്. മക്കയിലെ മുശ്രിക്കുകളെ പോലെയല്ല. മക്കയിലെ മുശ്രിക്കുകൾക്ക് നമസ്കാരം പോലും സുജൂദ് പോലും അപരിചിതമായിരുന്നു എന്ന കാര്യം നമ്മൾ മുമ്പ് സൂചിപ്പിക്കുകയുണ്ടായി. മദീനയിലെ യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രാർത്ഥനകൾക്കായി തിരിഞ്ഞിരുന്നത്, അല്ലെങ്കിൽ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള യഹൂദർ പ്രാർത്ഥനക്കായി ഫിലസ്തീനിലെ അൽ മസ്ജിദുൽ അഖ്സ അല്ലെങ്കിൽ ബൈത്തുൽ മഖ്ദിസ് എന്ന് പറയുന്ന കേന്ദ്രത്തിലേക്ക് തിരിഞ്ഞിരുന്നു എന്ന് യഹൂദ ചരിത്രത്തിൽ നിന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അൽ മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മഖ്ദിസ് എന്ന് പറയുന്നത് ബനു ഇസ്രായേലരെ സംബന്ധിച്ചിടത്തോളം അവർ പരിപാലിച്ചിരുന്ന അവരുടെ ആരാധനകളുടെയും ജീവിതത്തിൻ്റെയും എല്ലാം കേന്ദ്രമായി ജെറൂസലേമിൽ നിലനിന്നിരുന്ന പരിശുദ്ധ ഭവനമാണ്. ആ കെട്ടിടം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നിലവിലില്ലായിരുന്നു, അത് തകർക്കപ്പെട്ടിരുന്നു. ആ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളുള്ള ഒരു ആ പ്രദേശം പക്ഷേ അതേപോലെ നിലനിന്നിരുന്നു. അതിനെ കിബിലയായി സ്വീകരിച്ചുകൊണ്ടാണ് യഹൂദർ അവരുടെ പ്രാർത്ഥനകൾ നിർവഹിച്ചിരുന്നത്. ഇത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ഇതിന്റെ പണി പൂർത്തീകരിച്ചത്. ഈ കാര്യമൊക്കെ മുമ്പ് നമ്മളുടെ വേറെ പല വീഡിയോകളിലും വിശദീകരിച്ചിട്ടുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വെച്ച് നമസ്കാരങ്ങൾ നിർവഹിച്ചിരുന്നതും ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞുകൊണ്ട് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും ഒക്കെ 5 നേരത്തെ നിർബന്ധ നമസ്കാരങ്ങൾ നിർവഹിക്കുന്നത് ഫിലസ്തീനിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ്. അവർ മദീനയിലെത്തുന്നു. മദീനയിലെത്തിയ ശേഷവും അവരുടെ നമസ്കാരങ്ങൾ ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു. ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, മദീനയിലെത്തിയ ശേഷം ഏതാണ്ട് 16-17 മാസക്കാലം, ഏതാണ്ട് 1.5 വർഷക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും മദീനയിലെ പള്ളികളൊക്കെ തന്നെ അവർ നമസ്കാരങ്ങൾ നിർവഹിച്ചിരുന്നത് ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ്. ബൈത്തുൽ മഖ്ദിസ് എന്ന് പറയുമ്പോൾ അത് മദീനയിൽ നിന്ന് നോർത്തിലേക്കാണ് എന്ന് നമുക്കറിയാം. മദീന എന്ന് പറയുന്നത് മക്കയുടെയും നോർത്താണ്. അതുകൊണ്ട് തന്നെ അവർ ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിയുമ്പോൾ കഅബ ഒരിക്കലും അവരുടെ പ്രാർത്ഥനയുടെ ദിശയിൽ വന്നിരുന്നില്ല. അതിന്റെ നേരെ വിപരീത ദിശയിലാണ് കഅബ ഉണ്ടായിരുന്നത്. കഅബ അവരെ സംബന്ധിച്ചിടത്തോളം തെക്കിലായിരുന്നു, സൗത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കഅബയുടെ ദിശയിലേക്ക് ഒരു നിലക്കും തിരിയാതെ അൽ മസ്ജിദുൽ അഖ്സയിലേക്ക് ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് അവരുടെ നമസ്കാരങ്ങളൊക്കെ നിർവഹിക്കപ്പെട്ടിരുന്നത്. ഈ സമയത്താണ് അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ കിബില ഉപേക്ഷിച്ചുകൊണ്ട് ഇനി മുതൽ കഅബയിലേക്ക് തിരിയുക, അൽ മസ്ജിദുൽ ഹറാമിലേക്ക് തിരിയുക എന്ന കൽപ്പന ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിശുദ്ധ ഖുർആൻ കൽപ്പന നൽകുന്നത് ഈ സന്ദർഭത്തിലാണ്. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ കിബില മാറ്റം ഉണ്ടാകുന്നത്. സൂറത്തുൽ ബഖറയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ഈ കൽപ്പനയുള്ള വചനം നമ്മൾക്ക് കാണാം. قد نرى تقلب وجهك في السماء فلنولينك قبلة ترضاها فول وجهك شطر المسجد الحرام وحيث ما كنتم فولوا وجوهكم شطره
وإن الذين أوتوا الكتاب ليعلمون أنه الحق من ربهم وما الله بغافل عما يعملون. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കൽപ്പന ലഭിച്ചതോടുകൂടി അതുവരെ തിരിഞ്ഞു നിന്നിരുന്ന ദിശയുടെ ഏതാണ്ട് പൂർണ്ണമായ വിപരീത ദിശയിൽ കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരങ്ങൾ ആരംഭിക്കുകയാണ്. ഇങ്ങനെ നമസ്കാരങ്ങൾ ആരംഭിച്ചതുമായി ബന്ധപ്പെട്ട അതുമുതൽ കിബില മാറിയതുമായി ബന്ധപ്പെട്ട ഒരുപാട് നിവേദനങ്ങൾ സ്വഹീഹുൽ ബുഖാരി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അനസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ വളരെ വൈകാരികമായി വളരെ പിൽക്കാലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകന്റെ കൂടെ ജീവിച്ച സീനിയർ സഹാബാക്കളും ഒക്കെ മരണപ്പെട്ടതിന് ശേഷം അനസ് റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന താബികളോടും മറ്റും ഒരിക്കൽ പറയുന്നുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ ഒരിക്കൽ നമ്മുടെ കിബില അത് ഫിലസ്തീനിലെ മസ്ജിദുൽ അഖ്സയായിരുന്നു, അങ്ങോട്ട് തിരിഞ്ഞുകൊണ്ടാണ് ഞങ്ങളൊക്കെ നമസ്കരിച്ചിരുന്നത്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു കേട്ടുകേൾവി മാത്രമാണ് എന്ന അർത്ഥത്തിൽ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു നേര അനുഭവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആ കിബിലയിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ച മറ്റാരും നിങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ചിരിക്കുന്നില്ല, ഞാൻ മാത്രമേ ആ രീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ രണ്ട് കിബിലയിലേക്കും തിരിഞ്ഞു നിന്ന് നമസ്കരിക്കുവാൻ അവസരമുണ്ടായ ആ കാലം കണ്ടവരുടെ കൂട്ടത്തിൽ ഞാൻ മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ എന്ന് അനസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ വളരെ വൈകാരികമായി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൽപ്പന ലഭിക്കുന്നു, പ്രവാചകൻ പുതിയ കിബിലയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് നമസ്കാരം ആരംഭിക്കുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പുതിയ കിബിലയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ടുള്ള ജമാഅത്തിൽ പങ്കെടുത്ത സഹാബിമാർ അവർ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി മദീനയിലെ തന്നെ വേറെ പള്ളികളിൽ എത്തുന്നു, അവിടെയുള്ളവരെ വിവരം അറിയിക്കുന്നു. അവര് ചിലപ്പോൾ അടുത്ത വക്തനൊക്കെ ആയിരിക്കും അവര് വിവരം അറിയുന്നത്. ആ സമയം മുതൽ അവർ പുതിയ കിബിലയിലേക്ക് തിരിഞ്ഞ് നമസ്കാരം ആരംഭിക്കുന്നു. ചില സഹാബിമാർ പറയുന്നുണ്ട് അവർ ചെന്ന സമയത്ത് ഈ പള്ളികളിൽ ഒരു ദിശയിലേക്ക് പഴയ ദിശയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ടുള്ള നമസ്കാരം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇവരവിടെ എത്തുന്നത്. ആ എത്തിയ സമയത്ത് അവരിങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി വന്നിരിക്കുന്നു, കിബില മാറിയിരിക്കുന്നു, ഇനി കഅബയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ടാണ് നമസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ആ നമസ്കാരത്തിനിടയിൽ തന്നെ അവർ പുതിയ കിബിലയിലേക്ക് തിരിഞ്ഞു നിന്നു. അങ്ങനെ നമസ്കാരം തുടർന്നു. അവർ റുക്കൂയിലായിരുന്നു എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ നിന്ന് അവിടുത്തെ നമസ്കാരത്തിൽ പങ്കെടുത്ത് ഈ പള്ളിയിൽ എത്തിയപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഖുബാ മസ്ജിദിലാണ്. ഖുബാ മസ്ജിദിന്റെ പ്രാധാന്യം, ആ പ്രാധാന്യം നമ്മൾ വിവരിക്കേണ്ടതില്ല. ആ ഖുബാ മസ്ജിദിൽ വെച്ചാണ് നമസ്കാരത്തിനിടയിൽ സഹാബിമാർ നമസ്കാരത്തിനിടയിൽ തന്നെ പുതിയ കിബിലയിലേക്ക് തിരിഞ്ഞത് എന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. മദീനയിൽ ഒരുപാട് പള്ളികളിൽ ഈ സംഭവം ഉണ്ടാകുന്നുണ്ട്. പുതിയ കിബിലയിലേക്ക് പെട്ടെന്ന് കൽപ്പന കിട്ടിയപ്പോൾ നമസ്കാരത്തിനിടയിൽ പുതിയ കിബിലയിലേക്ക് അവർ തിരിയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബിമാരുടെയും ജീവിതത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു, ഒരു വഴിത്തിരിവായിരുന്നു എല്ലാ അർത്ഥത്തിലും ഇത്. പക്ഷേ ഇത് സംഭവിച്ച സമയത്ത് മദീനയിലെ യഹൂദർ ഇത് വലിയൊരു വിവാദമാക്കുകയുണ്ടായി. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ കിബിലയായി സ്വീകരിച്ചിരുന്ന ദിശയിലേക്ക് തന്നെയാണ് പുതിയ പ്രവാചകനും ആ പ്രവാചകന്റെ അനുയായികളും കിബിലയായി സ്വീകരിച്ചുകൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞു തന്നെയാണ് അവരും നമസ്കരിക്കുന്നത് എന്ന കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായി തോന്നിയിരുന്നു, വളരെ സന്തോഷകരമായി തോന്നിയിരുന്നു. അത് ആ പ്രാക്ടീസിനോട് വളരെ നന്നായി ഐഡന്റിഫൈ ചെയ്യാൻ അവർക്ക് പറ്റിയിരുന്നു. എന്നാൽ പെട്ടെന്ന് പുതിയ കൽപ്പനയുണ്ടായപ്പോൾ മുസ്ലിങ്ങൾ ഫിലസ്തീനിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നത് അവസാനിപ്പിച്ചുകൊണ്ട് മക്കയിലേക്ക് തിരിയാൻ വേണ്ടി തുടങ്ങിയപ്പോൾ യഹൂദർ അസംതൃപ്തരാവുകയും അവർ വലിയ വിവാദത്തിന്റെ കൊടുങ്കാറ്റ് മദീനയിൽ അഴിച്ചുവിടുകയും ചെയ്തു. ഇവരെന്താണ്? ഇവർ യഥാർത്ഥത്തിലുള്ള കിബിലയെ ഉപേക്ഷിച്ചിരിക്കുന്നു. പ്രവാചകന്മാരൊക്കെ പഠിപ്പിച്ചത് അൽ മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞു നിന്ന് നമസ്കരിക്കാനാണ്. ആ വഴിയാണ് ഇതുവരെ അവർ പിന്തുടർന്നിരുന്നത്. ഞങ്ങളാണ് പ്രവാചകന്മാരുടെ ആളുകൾ, ഞങ്ങളാണ് വേദഗ്രന്ഥത്തിന്റെ ആളുകൾ, ഈ കിബിലയുടെ പരിശുദ്ധി ഞങ്ങൾക്കറിയാം, ഇതാണ് പരിശുദ്ധമായ ദിശ എന്ന് പറയുന്നത്. ആ ദിശയിലേക്ക് തിരിഞ്ഞു നിന്നിരുന്ന ആളുകൾ ഇപ്പോഴിതാ ആ ദിശയെ ഉപേക്ഷിച്ചിരിക്കുന്നു, അവർ സത്യത്തിൽ നിന്ന് തെറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് പരിശുദ്ധ ഖുർആൻ അതിൽ ഇടപെടുന്നത് സൂറത്തുൽ ബഖറയിൽ നമ്മൾ കാണുന്നുണ്ട്. സൂറത്തുൽ ബഖറയിലെ 142 മുതൽ 146 വരെയുള്ള വചനങ്ങൾ ഈ കിബില മാറ്റവുമായി ബന്ധപ്പെട്ടും അതിലുണ്ടായ വിവാദങ്ങളിൽ ഇടപെട്ടുകൊണ്ടുമാണ് ഖുർആൻ സംസാരിക്കുന്നത്. നേരത്തെ കിബില മാറാനുള്ള അള്ളാഹുവിന്റെ കൽപ്പനയുള്ള വചനം, ആ വചനത്തിന്റെ തൊട്ട് മുകളിലുള്ള 2 വചനങ്ങളിൽ ഈ കിബില മാറ്റവുമായി ബന്ധപ്പെട്ട് യഹൂദരുണ്ടാക്കിയ വിവാദങ്ങളെ അള്ളാഹു വളരെ കൃത്യമായി അഭിമുഖീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. سيقول السفهاء من الناس ما
ما ولاهم عن قبلتهم التي كانوا عليها قل لله المشرق والمغرب يهدي من يشاء إلى صراط مستقيم وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا وما جعلنا القبلة التي كنت عليها إلا لنعلم من يتبع الرسول ممن ينقلب على عقبيه وإن كانت لكبيرة إلا على الذين هدى الله وما كان الله ليضيع إيمانكم إن الله بالناس لرؤوف رحيم. ഇവിടെ അള്ളാഹു ഈ ആയത്തുകൾ തുടങ്ങുന്നത് വളരെ ശ്രദ്ധേയമായ രീതിയിലാണ്. സയഖൂലു സുഫഹാഉ മിനന്നാസ്. ഖുർആനിലെ 2ാമത്തെ ജുസ് ആരംഭിക്കുന്നത് ഈ വചനത്തിലാണ്. സയഖൂലു സുഫഹാഉ മിനന്നാസ്. ജനങ്ങളുടെ കൂട്ടത്തിൽ വിഡ്ഢികൾ പറയുകയാണ്, വിവരമില്ലാത്തവർ പറയുകയാണ്, ജ്ഞാനമില്ലാത്തവർ പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് യഹൂദരുടെ വാദത്തെ പരിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ വളരെ സൈക്കോളജിക്കലായ ഖുർആനിന്റെ ഒരു പ്രയോഗമാണ് എന്ന് നമുക്ക് കാണാം. കാരണം യഹൂദർ പറഞ്ഞിരുന്നത് അവർ വേദഗ്രന്ഥത്തിന്റെ ആളുകളാണ്, പ്രവാചകന്മാരുടെ അനന്തരഗാമികളാണ്, അവർക്കാണ് ആത്മീയ കാര്യങ്ങളെപ്പറ്റി അറിവുള്ളത്, ജ്ഞാനമുള്ളത്, ആരാധനാ രീതികളെപ്പറ്റി ബോധമുള്ളത്, കിബലയെപ്പറ്റി യഥാർത്ഥത്തിലുള്ള അറിവുള്ളത് അവർക്കാണ് എന്ന അഹങ്കാരത്തിന്റെ മൂർധന്യത്തിൽ നിന്നുകൊണ്ട് മുസ്ലിങ്ങൾ കിബിലയെ ഉപേക്ഷിച്ചതിനെ വിമർശിച്ചവരെ ആഞ്ഞു പ്രഹരിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ സയഖൂലു സുഫഹാഉ മിനന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ വിഡ്ഢികൾ പറയുന്നു, അവർ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിക്കുന്നു, ഇവരെന്തിനാണ് ഇവരുടെ കിബിലയെ ഉപേക്ഷിച്ചത് എന്ന് ചോദ്യം ഉന്നയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ യഹൂദന്മാർക്ക് യഥാർത്ഥത്തിൽ കിബിലയുടെ ഫിലോസഫി നഷ്ടപ്പെട്ടിരിക്കുന്നു, കിബിലയുടെ അർത്ഥം പൊരുൾ അവർക്ക് അറിയാതായിരിക്കുന്നു, വളരെ ആചാര നിബദ്ധമായിട്ടാണ് അവരുടെ തലച്ചോർ പ്രവർത്തിക്കുന്നത് എന്ന രീതിയിലാണ് പരിശുദ്ധ ഖുർആൻ അവിടെ സംസാരിക്കുന്നത്. കുല്ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്. പരിശുദ്ധ ഖുർആൻ വളരെ പവർഫുൾ ആയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നടത്തുന്നത്. നിങ്ങൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? കിഴക്കിലേക്ക് തിരിഞ്ഞാലാണ് അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയുക എന്നാണോ? അല്ലെങ്കിൽ പടിഞ്ഞാറേക്ക് തിരിഞ്ഞാലാണ് അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയുക എന്നതാണോ? ഏതെങ്കിലും ഒരു ദിശ ഇൻഹറന്റായി അള്ളാഹുവിലേക്ക് നയിക്കുന്നു എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അൽ മസ്ജിദുൽ അഖ്സ അല്ലെങ്കിൽ ബൈത്തുൽ മഖ്ദിസ് എന്ന് പറയുന്ന ഈ ഭവനം നിലനിന്നിരുന്ന ആ കേന്ദ്രത്തിലേക്ക് തിരിയുന്നത് കൊണ്ടാണ് ആരാധനകൾ അള്ളാഹുവിലേക്ക് എത്തുന്നത് എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ആ ദിശയെ പ്രവാചകന്മാർ പഠിപ്പിച്ചിരിക്കുന്നത് ആ അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ചത് ആ രീതിയിലാണ് എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അങ്ങനെയല്ല. കുല്ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്. കിഴക്കാണെങ്കിലും പടിഞ്ഞാറാണെങ്കിലും ഇനി അത് വടക്കാണെങ്കിലും തെക്കാണെങ്കിലും നിങ്ങൾ ഏത് ദിശയിലേക്ക് തിരിഞ്ഞു നിന്നാലും ഈ ഭൂമി മുഴുവൻ അള്ളാഹുവിൻ്റെതാണ്, ഈ പ്രപഞ്ചം മുഴുവൻ അള്ളാഹുവിൻ്റെതാണ്. നിങ്ങൾ ഏത് ദിശയിലേക്ക് തിരിഞ്ഞു നിന്നാലും അത് അള്ളാഹുവിൻ്റെ ദിശ തന്നെയാണ്. ഏതെങ്കിലും ഒരു ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു എന്നതുകൊണ്ട് ഇൻഹറന്റായി നിങ്ങളുടെ ആരാധനക്ക് ഭംഗമൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ടല്ല നിങ്ങളോടൊരു കിബിലയിലേക്ക് തിരിയാൻ പറയുന്നത്. മറിച്ച് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ആരാധന നിർവഹിക്കണം. ആ ആരാധന നിർവഹിക്കാൻ അതിനൊരു ചിട്ടയുണ്ടാകാൻ ഏതെങ്കിലും ഒരു ദിശ തീരുമാനിക്കണം. അത് ഏത് ദിശയുമാകാം, ഏതെങ്കിലും ഒരു ദിശ തീരുമാനിക്കണം. നിങ്ങൾ ജമാഅത്തായി നമസ്കരിക്കുന്നു, പള്ളികൾ നിർമ്മിക്കുന്നു, അത് എങ്ങോട്ട് തിരിഞ്ഞുകൊണ്ടാണ് നിർവഹിക്കപ്പെടേണ്ടത് എന്ന വിഷയത്തിൽ ഒരു ഗൈഡൻസ് ഉണ്ടാകണം. ഇല്ലെങ്കിൽ ആ വിഷയത്തിൽ ആകെ ആശയക്കുഴപ്പമായിരിക്കും. പലരും പല ദിശയിലേക്ക് തിരിഞ്ഞു നിന്ന് നമസ്കരിക്കുന്ന അവസ്ഥ
അവസ്ഥയുണ്ടാകും. അതിനൊരു ഏകീഭാവം കൊണ്ടുവരാൻ ഏതെങ്കിലും ഒരു മാനദണ്ഡം സ്വീകരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ദിശ നിശ്ചയിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ആ ദിശ അള്ളാഹു പറയുന്ന സമയത്ത് ഏത് ദിശയാണോ പറയുന്നത് ആ ദിശയിലേക്ക് തിരിയുക, അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെടുക എന്നതാണ് അതിലെ യഥാർത്ഥത്തിലുള്ള മതം. അള്ളാഹു പറയുന്നത് ഏത് ദിശയിലേക്കാണോ ആ ദിശയിലേക്ക് തിരിയുക എന്നതാണ് മതത്തിന്റെ അന്തസത്ത. അള്ളാഹുവിന് സ്വയം സമർപ്പിക്കുക എന്നതാണ് മതത്തിന്റെ അന്തസത്ത. അതല്ലാതെ ഏതെങ്കിലും ഒരു കെട്ടിടത്തെ, ഏതെങ്കിലും ഒരു ഭവനത്തെ, ഏതെങ്കിലും ഒരു ദിശയെ, ആ ദിശയാണ് ആത്യന്തികമായി ഈ വിഷയത്തിലെ പ്രശ്നത്തിന്റെ മർമ്മം എന്ന് കരുതി അതിൽ കടിച്ചു തൂങ്ങി നിൽക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് അള്ളാഹു അവിടെ പറയുന്നത്. തൊട്ടടുത്ത വചനത്തിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. മുസ്ലിങ്ങൾ ഇതുവരെ ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞത് നിങ്ങൾ കണ്ടിരുന്നില്ലേ? അത് എന്തുകൊണ്ടാണ് എന്നാണ് നിങ്ങളുടെ വിചാരം? യഥാർത്ഥത്തിൽ നമ്മൾ വളരെ ആഴത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യമാണത്. ഖുർആൻ അവിടെ പറയുന്നത്, ഖുർആൻ വചനം നമ്മൾ ശരിക്കും വായിച്ചു നോക്കുക. ഖുർആൻ പറയുന്നത് യഥാർത്ഥത്തിൽ അൽ മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിയാൻ മുസ്ലിങ്ങളോട് ഞാൻ കൽപ്പിച്ചിരുന്നത് പോലും അവരിൽ ആരാണ് പ്രവാചകനോട് കൂറ് കാണിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയാണ്. കാരണം അവർ മക്കയിലാണ് ജീവിച്ചിരുന്നത്, അവർ മക്കക്കാരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കക്കാരനാണ്. കഅബ അവരുടെ തൊട്ടു മുന്നിലുണ്ട്. അൽ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത് മക്കയിലെ അറബികളെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായോ ആചാരപരമായോ അവരുമായി ബന്ധമുണ്ടായിരുന്ന ഒരു കെട്ടിടമല്ല. ആ മക്കയിൽ വെച്ച് വളരെ എളുപ്പത്തിൽ വേണമെങ്കിൽ അവരോട് കഅബയിലേക്ക് തിരിയാൻ പറയാം. പക്ഷേ അത് പറയാതെ ഞാൻ അവരോട് അൽ മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിയാൻ അവിടെ വെച്ച് പറയാനുണ്ടായ കാരണം യഥാർത്ഥത്തിൽ നിങ്ങൾ എന്റെ കൽപ്പന അനുസരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ്. ഖുർആൻ പറയുന്നത് അത് അവരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ വളരെ ഭാരമുള്ളൊരു കാര്യമായിരുന്നു. കാരണം അവർ വൈകാരികമായി കഅബയിലേക്കാണ് കെട്ടിയിടപ്പെട്ടിരിക്കുന്നത്. ആ സമയത്താണ് അവരോട് പറയുന്നത് നിങ്ങൾ അൽ മസ്ജിദുൽ അഖ്സയിലേക്കാണ് തിരിയേണ്ടത് എന്നവരോട് പറയുന്നത് അവിടെ വെച്ചിട്ടാണ്. അപ്പോ ആ വൈകാരികത മാറ്റിവെച്ചുകൊണ്ട്, പ്രാദേശിക വൈകാരികത മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവും റസൂലും എങ്ങോട്ടാണോ തിരിയാൻ പറയുന്നത് അങ്ങോട്ട് തിരിയും എന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ, ഞങ്ങളുടെ ഈമാൻ ഇത്രയും സുദൃഢമാണ് എന്ന് കാണിക്കാൻ ആർക്കൊക്കെ കഴിയും എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അൽ മസ്ജിദുൽ അഖ്സ അവർക്ക് കിബിലയായി നിശ്ചയിച്ചു കൊടുത്തിരുന്നത് എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോ ഇപ്പൊ നമ്മൾ പരിശോധിച്ചു നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തുന്നു. അവിടെ യഹൂദരാണുള്ളത്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വൈകാരികമായ ബന്ധമുണ്ടായിരുന്നത് ബൈത്തുൽ മഖ്ദിസിനോടാണ്. അവരുടെ മധ്യത്തിൽ വെച്ച് അള്ളാഹു പറയുകയാണ്, ഇനി ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിയണ്ട, നിങ്ങൾ ഇനി കഅബയിലേക്ക് തിരിഞ്ഞാൽ മതി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്ഥാപിച്ച, അറബികൾ പരിപാലിച്ച മക്കയിലെ ആരാധനാലയത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് ഇനി നിങ്ങൾ നമസ്കരിക്കേണ്ടത് എന്ന് അള്ളാഹു അവിടെ വെച്ച് പറയുമ്പോൾ അവിടെ യഹൂദ വൈകാരികത മുറിയുകയാണ്. നിങ്ങളുടെ വൈകാരികത കെട്ടിയിടപ്പെട്ടിരിക്കുന്നത് ഏതെങ്കിലും പർട്ടിക്കുലറായ ദിശയിലേക്കോ കെട്ടിടങ്ങളിലേക്കോ ആണോ, അതല്ല അള്ളാഹുവിന്റെ കൽപ്പനകളിലേക്കാണോ എന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ അള്ളാഹു ഇവിടെയെല്ലാം പരീക്ഷണ വിധേയമാക്കുന്നത്. ഇതാ ഞാൻ നിങ്ങൾക്ക് പുതിയ കിബില നിശ്ചയിക്കുന്നു. ആ പുതിയ കിബില എന്ന് പറയുന്നത് കഅബയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച ഭവനമാണ്. അതാണ് എന്റെ കൽപ്പന, ഞാൻ വെക്കുന്ന നിയമം. അവിടേക്ക് തിരിഞ്ഞുകൊണ്ട് ഇനി നിങ്ങൾ നമസ്കാരം നിർവഹിക്കുക എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിലെ ഈ വചനങ്ങൾ യഥാർത്ഥത്തിൽ വളരെ ഫിലസോഫിക്കലായ ഇസ്ലാമിന്റെ തൗഹീദുമായി ബന്ധപ്പെട്ട ദർശനങ്ങളെ തന്നെ വെളിപ്പെടുത്തുന്ന വചനങ്ങളാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഈ വചനങ്ങൾക്കെല്ലാം ശേഷം ഖുർആനിൽ അള്ളാഹു കിബില മാറ്റം അനൗൺസ് ചെയ്ത വചനത്തിനും ശേഷം പരിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. وَلَئِنْ أَتَيْتَ الَّذِينَ أُوتُوا الْكِتَابَ بِكُلِّ آيَةٍ مَا تَبِعُوا قِبْلَتَكَ وَمَا أَنْتَ بِتَابِعٍ قِبْلَتَهُمْ وَمَا بَعْضُهُمْ بِتَابِعٍ قِبْلَةَ بَعْضٍ وَلَئِنِ اتَّبَعْتَ أَهْوَاءَهُمْ مِنْ بَعْدِ مَا جَاءَكَ مِنَ الْعِلْمِ إِنَّكَ إِذًا لَّمِنَ الظَّالِمِينَ الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم
وإن فريقا منهم ليكتمون الحق وهم يعلمون. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുകയാണ്, അവരൊരിക്കലും യഹൂദന്മാരോട് നീ എത്ര തർക്കിച്ചാലും എത്ര തെളിവുകൾ പറഞ്ഞു കൊടുത്താലും ഈ കിബിലയെ അവർ സ്വീകരിക്കാൻ പോകുന്നില്ല. അവരുടെ കിബിലയിൽ തന്നെ പിടിച്ചു നിൽക്കും. അവരെ തൃപ്തിപ്പെടുത്താൻ കഴിയും എന്നങ്ങ് വിചാരിക്കരുത്. അവരൊരിക്കലും ഇതിൽ തൃപ്തരാവുകയില്ല. അവർക്ക് അവരുടെ വഴികളാണ് പ്രധാനം. അവരുടെ വഴികൾ സ്വീകരിക്കുകയല്ല പ്രവാചകരെ അങ്ങ് ചെയ്യേണ്ടത്. അള്ളാഹു കൽപ്പിച്ച വഴി ഏതാണോ, അള്ളാഹു കാണിച്ചു തരുന്ന മാർഗം ഏതാണോ, ആ മാർഗം സ്വീകരിക്കുകയാണ് അങ്ങ് ചെയ്യേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ അവിടെ പറയുന്നു. അതിനുശേഷം ഖുർആൻ പറയുന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ്. അവിടെ അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും വ ഇന്ന ഫരീഖം മിൻഹും ലയക്തുമൂനൽ ഹഖ്ഖ വഹും യഅലമൂൻ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അവിടെ വളരെ ശക്തമായ ഭാഷയിലാണ് പരിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത്. യഹൂദന്മാർ ഈ വിവാദങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് ഇതാണ് സത്യം എന്നറിയാത്തത് കൊണ്ടാണ് എന്നങ്ങ് വിചാരിക്കരുത്. അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. ഈ യഹൂദന്മാർക്ക്, നേരത്തെ വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾക്ക്, അവർക്ക് യഥാർത്ഥത്തിൽ പ്രവാചകനാണെന്ന് അറിയാം. പരിശുദ്ധ ഖുർആൻ പറയുന്നത് സ്വന്തം മക്കളെ അറിയാവുന്നത് പോലെ അവർക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാം. കാരണം തൗറാത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ട്. വളരെ കൃത്യമായി അവർക്ക് അറിയാം ഇത് അള്ളാഹു നിയോഗിച്ച പ്രവാചകനാണ് എന്ന്. സ്വന്തം മകൻ സ്വന്തം മകനാണ് എന്ന വിഷയം അവർക്ക് എത്രത്തോളം നിശ്ചയമുണ്ടോ അത്ര തന്നെ യഥാർത്ഥത്തിൽ മദീനയിലെ യഹൂദർക്ക് നിശ്ചയമുണ്ട് ഇത് അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന കാര്യം. പക്ഷേ ആ സത്യത്തോട് അവർ മുഖം തിരിക്കുകയാണ്. അവരിൽ നിന്നൊരു വിഭാഗം അറിഞ്ഞുകൊണ്ട് സത്യം മറച്ചു വെക്കുകയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അവിടെ പറയുന്നു. എന്തായിരുന്നാലും ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരു നിർണായകമായ വഴിത്തിരിവായിരുന്നു അത്. ആചാരങ്ങളിലും കർമ്മങ്ങളിലുമെല്ലാമുള്ള നിയമങ്ങൾ, ആ നിയമങ്ങൾ അള്ളാഹു കൽപ്പിച്ചു എന്നതുകൊണ്ടാണ് നിയമങ്ങളാകുന്നത്. അതല്ലാതെ അതിലെ ഏതെങ്കിലും ഒരു രീതിയോ മുറയോ ഇൻഹറന്റായി അതിലെന്തെങ്കിലും ഉള്ളത് കൊണ്ടല്ല. അള്ളാഹുവിന്റെ കൽപ്പനയാണ് അവക്ക് സാധുത നൽകുന്നത്. ആ കൽപ്പനയുമായാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ ആത്യന്തികമായി ബന്ധിപ്പിക്കേണ്ടത് എന്ന പാഠം ഈ സംഭവം നൽകുന്നുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. والذين معه أشداء على الكفار رحماء